ഇത് കൊടുക്കുമ്പോൾ എന്താ ഗുണം ശരിക്കും പറഞ്ഞാൽ? നല്ലതാണല്ലോ പശുക്കൾക്ക്. ഇപ്പൊ ഫാം തുടങ്ങിയപ്പോ ചെയ്താണോ? തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ചെയ്താ. ഇതിപ്പോ എത്ര ടൈമിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എടുക്കുന്ന തീറ്റ പൈനാപ്പിൾ ഒക്കെ ഇടുമ്പോ എടുക്കുന്ന ഓണാക്കിയേക്കും. ഇത് ചെറിയ പെല്ലറ്റാട്ടോ. 810 രൂപ വരും. 1200 രൂപ. 1200. 12 പശുക്കളിൽ നിന്ന് മാസം 18000 രൂപ തീറ്റ ചെലവ് കൃത്യമായി ലാഭിക്കുന്ന ഒരു കർഷകനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനൂബി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലെ ഷെമീർക്കയുടെ പശു ഫാമിലാണ്. ഇവിടെ 12 കറവ പശുക്കളും പിന്നെ അതിനോടൊപ്പം തന്നെ 10ഓളം കുട്ടികളുമുണ്ട്. പിന്നെ ഇവിടെ ഷെമീർക്കയ്ക്ക് പശു വളർത്തൽ വളരെ ലാഭകരമാണ്. അതിന് കാരണമായത് തീറ്റ ചെലവിലുള്ള കുറവാണ്. അപ്പോൾ ഇതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇക്ക നമസ്കാരം. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? ഇവിടെ 13 പശു. ഓക്കെ. പിന്നെ ഇവിടെ ഉള്ളത് HF ക്രോസും പിന്നെ ജേഴ്സി ക്രോസും. ഈ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ്? ഇവിടെ നമ്മള് പാലുള്ള പശുക്കളെ നോക്കി പ്രസവത്തിന് മുമ്പ് വാങ്ങിക്കും. പിന്നെ ഇവിടെ ചെന പിടിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കോ? പുറത്തുനിന്ന് ഇവിടുത്തെ നമ്മുടെ ഉണ്ടാവണം. തമിഴ്നാട് പശു എടുക്കാറില്ല. ഇല്ല. അതായത് ഇവിടെ ഉണ്ടാകുന്ന കിടാക്കളെ വളർത്തിയും പിന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ വാങ്ങിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ടോട്ടൽ ഇപ്പൊ 12 ഉണ്ട്. ഫസ്റ്റ് തുടക്കം എങ്ങനെയായിരുന്നു പശുക്കളുടെ? ആദ്യം 15 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ആദ്യം 3-4 ഉണ്ടായുള്ളൂ. ഇങ്ങനെ ഇത്രയായി. ഒരു പശുവിനെ വേണിക്കിന് 70,000 രൂപ ഒക്കെ വേണം. അത് ചിലപ്പോൾ വിജയിച്ചെന്ന് വരില്ല. പശുക്കിടാക്കളെ നോക്കി രക്ഷപ്പെട്ടെടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി പശുക്കിടാക്കള് സെപ്പറേറ്റ് നിർത്തും. അവിടെ അപ്പുറയായിട്ട് നമുക്ക് അത് കാണാം. ഇവിടെ ഇപ്പൊ ഇത്രയും പശുക്കളാണ് ഉള്ളത്. ഇവിടെ എത്ര ജേഴ്സി പശുക്കളുണ്ട്? ജേഴ്സി ക്രോസ് 3-4 ബാക്കിയൊക്കെ HF ആണ്. HF എത്ര ഉണ്ട്? ബാക്കി 8 HF ഉണ്ടാവും. പിന്നെ ഒരു മോഴ ഈ സൈസ്. ഓക്കെ. ബാക്കിയെല്ലാം കൊമ്പുള്ളതാണ്. പിന്നെ എത്ര കന്നി പശു ഉണ്ട്? കന്നി പശു 5-6 ഉണ്ടാവും. ഓക്കെ. പിന്നെ എത്ര പ്രസവം വരെ നിർത്തും ഇവിടെ? ചൊന പിടിക്കുകയാണെങ്കിൽ എത്ര വരെ നിർത്തും, കുഴപ്പമില്ല. 3, 4, 5, 6 ഒക്കെ വരും. 6 വരെ നിർത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് പശുക്കളെ വാങ്ങുന്നത് എങ്ങനെയുള്ള പശുക്കളാണ്? നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ, പുറത്തുനിന്നല്ല, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ. അപ്പൊ എങ്ങനെയാണ്? 2ാം പേരാണോ? 2ാം പേരോ 1ാം പേരോ അങ്ങനെ പ്രസവിച്ച പശുക്കളെ വാങ്ങിക്കും. പ്രസവിച്ച പശുക്കളെ അതായത് പ്രസവം കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ വാങ്ങിക്കും. ചെന പശുക്കളെ വാങ്ങൂല? പശുവിനെ കുറവാണ്. ഇവിടെ ചെന പിടിക്കുന്നതിനാ നമ്മൾ നിർത്തുന്നത്. ഓക്കെ. മാക്സിമം എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കളെ വാങ്ങാറുള്ള? സാധാരണ 10. രാവിലെ 10. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. നീണ്ട കറവ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും? പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നമ്മൾ 3 മാസത്തിനുള്ളിൽ കുത്തിവെക്കും. കാരണം ഇത് ഹൈബ്രിഡ് അല്ലേ, HF പശുക്കളുണ്ട്. അപ്പൊ അവർക്ക് പാലുൽപാദനം കൂടുതലുണ്ടാവുമല്ലോ. കൂടുതലായിരിക്കും. അപ്പൊ വേറെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ മതിക്കുമ്പോ കറക്റ്റായിട്ട് ഹീറ്റ് ചെയ്യുമ്പോ അത് നമ്മളത് കുത്തിവെക്കും. കൃത്യമായിട്ട് മതിക്കുന്നുണ്ട്. അപ്പൊ കുത്തിവെക്കും. അല്ലാതെ അപ്പൊ ഇവര് 7 മാസം വരെയും ചൊന പിടിക്കുകയാണെങ്കിൽ 7 മാസം വരെ 6.5 മാസം വരെ കറക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫാമിലേക്ക് വരാൻ കാരണം? നമ്മളെ കാരണന്മാര് ഇക്കായിരുന്നു ആദ്യം ഇത് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാനായി. അപ്പൊ ആദ്യം മുതൽ 10-15 വർഷം മുമ്പ് മുതലുള്ളതാണ്. വാപ്പായിട്ടുള്ളതാണ്. ഫാമായിട്ടല്ലായിരുന്നു, പശുക്കളുണ്ടാവും. അന്നുള്ള നാലത്തുനിന്ന് പിന്നെ എങ്ങനെയാ വന്നേ? അന്ന് ചെറിയ തൊഴുത്തായിരുന്നു. ഇതല്ലായിരുന്നു, ചെറുതായിരുന്നു. അങ്ങേ സൈഡിലായിരുന്നു. അത് പിന്നെ വലുതാക്കാൻ നോക്കി. അങ്ങനെ വലുതാക്കി. അപ്പൊ പിന്നെ പശുക്കളുടെ എണ്ണം നോക്കി. അന്ന് പണിക്കാരൊന്നും ഉണ്ടായില്ല. ഇന്നത്തെ പണിക്കാരുണ്ട്. അപ്പൊ ഇവിടെ എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ദിവസം ഒരു 150 ലിറ്റർ. രാവിലെയും വൈകിട്ടും കൂടെ കൂടി 150 ലിറ്റർ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ വിപണി കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഹോട്ടലും ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ വന്ന ആൾക്കാർ. സ്വന്തമായിട്ട് ഹോട്ടലുണ്ട്? അല്ല, പുറത്ത് ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്ക് കൊടുക്കും. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ വന്ന ആൾക്കാർക്ക് ഉണ്ടാകും. അപ്പൊ ഹോട്ടലിൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 60 രൂപ കൊടുക്കും. 60 രൂപയ്ക്ക്. അപ്പൊ ഇവിടെ ഞങ്ങൾ 65 രൂപ കൊടുക്കും. ഇവിടെ 65 രൂപയ്ക്ക്. വീടുകളിൽ ഹോട്ടലിൽ 25-30 ലിറ്റർ പാലായിരുന്നു 2-3 ഹോട്ടലിലേക്ക്. ശരിക്കും അതൊരു വിപണി സാധ്യതയാണ്. കാരണം ഒറ്റയടിക്ക് നമുക്ക് കുപ്പികളിലാണോ കൊടുക്കുന്നത്? വീടുകളിൽ കുപ്പിയല്ല, വീട്ടുകാർ തന്നെ പാത്രം തന്നേക്കും. 2 പാത്രം ഉണ്ടാവും. സ്റ്റീലിന്റെ പാത്രം, കുപ്പി, അങ്ങനെ ഉണ്ടാവും. അവർ 2 ഉണ്ടാവും എന്തായാലും. അവർ കൊണ്ടും ഇന്നലത്തെ പാത്രം അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകും. ബാക്കി ഇവിടെ വയ്ക്കും. ഇത് നാളത്തേക്കുള്ള ഇവിടെ വയ്ക്കും. അപ്പൊ ഇക്കടെ പശു ഫാമിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്. അതാ ഇതുപോലെ നല്ലൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ. ഇത് മോഴപ്പശു. പിന്നെ ഇതൊരു ചെറുത് പറഞ്ഞുണ്ടല്ലേ, ഇതിലുള്ളതിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞാന്ന് തോന്നുന്നല്ലേ. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പശു ഏതാണ് ഇതിലുള്ള? ഇതിപ്പോ പ്രായമുണ്ടല്ലേ? പ്രായമുണ്ട്. 2 പേര്. പിന്നെ ഇവിടെ ഉണ്ടായ പശു ഉണ്ടോ? ഇവിടെ കൊടുക്കുന്ന തീറ്റ ഇതാണ്. ഇത് ചെറിയ പെല്ലറ്റാട്ടോ. ഓക്കെ. ഇതിപ്പോ എന്താണ് ഇതിന്റെ പേര്?
SKM. ഇത് എവിടെ നിന്ന് എടുക്കണേ? പെരുമ്പാവൂര്. ഓക്കെ. ഇത് എത്ര രൂപ വരും? 1200. അതുമ്പോ കൂടുതലായിരിക്കും അല്ലേ? നമുക്കിപ്പോ ഓക്കെ 1810 രൂപ വരും. 1200 രൂപ. നമുക്ക് ഇപ്പൊ ഇത്രയും പശുക്കൾ ഉള്ളതുകൊണ്ടാണോ? അല്ല, ഇതിന്റെ അത് കമ്പനി ഇട്ടാണ് മാക്സിമം റേറ്റ്. ഓക്കെ. നേരത്തെ മുതൽ ഈ തീറ്റയാണ് കൊടുത്തോണ്ടിരുന്നത്? ആദ്യം കെ സുപ്രീമാർ, പിന്നെ ഇതിലേക്ക് മാറിയതാ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു പെല്ലറ്റിലേക്ക് മാറിയത്? രണ്ടും വലിയ വ്യത്യാസങ്ങളില്ല. പൈസയുടെ വ്യത്യാസം വളരെ വ്യത്യാസമുണ്ട്. 200 രൂപ ചാക്കയില് വ്യത്യാസമുണ്ട്. ഇത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് പശുക്കൾ? അതും ഇതും സെയിം തന്നെയാണ്. എനിക്ക്, മറ്റുള്ളവർക്ക് അറിയില്ല. അതല്ല, പശുക്കൾക്ക് ആരോഗ്യം കുഴപ്പമൊന്നുമില്ല. പാലും അത് തന്നെയുണ്ട്. ഓക്കെ. പൈസ എത്ര വ്യത്യാസം വരുന്നുണ്ട് ശരിക്കും? ചാക്കയില് 200 രൂപ. 200 രൂപ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പശുക്കൾക്ക് എത്ര ചാക്ക് എടുക്കും? 3 ചാക്ക് ഒരു ദിവസം വേണം. 3 ചാക്ക്. അപ്പോൾ ഈ SKMന്റെ തീറ്റ മറ്റു കാലിത്തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ചാക്കിന് 200 രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ ഏട്ടാ? ഒരു മാസം ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം 600 രൂപ. അപ്പൊ ഇവിടെ തീറ്റ ഇട്ട് കൊടുക്കണം. വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോ സിമെന്റ് ഇട്ടിട്ടുണ്ടല്ലേ? എളുപ്പത്തിന് വേണ്ടി ചെയ്യണാണ് അത്. പാത്രം മാറ്റാതെ എളുപ്പത്തിന് വേണ്ടി ചെയ്യണം. എളുപ്പത്തിന് വേണ്ടി അപ്പുറ സൈഡും അങ്ങനെ ചെയ്തേക്കണം. ഇതിപ്പോ ഫാം തുടങ്ങിയിട്ട് ഈ ഒരു സ്ട്രക്ചറിലാണ് അങ്ങനെ തുടങ്ങിയത് ഇങ്ങനെ തന്നെ. അതെ. മേളില് വീട്, താഴെ ഇവിടെ പശു ഫാമിന്റെ രീതി ചെയ്തിരിക്കുന്നത്. വളരെ നീളത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ മേളില് കച്ചി വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്ര പശുക്കൾ നിർത്താവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്? 13 എണ്ണം നിർത്താവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നീളം വീതി എന്തോരം ഉണ്ടെന്നേ? അത് മാറ്റ് 6.5 അടിയാണ്. 12 അടി വീതി ഉണ്ടാവും. 12 അടി വീതി. ഓക്കെ. ഇവിടെ നടക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പുറം ബാക്കിലും ഉണ്ട്. ഇവിടെ ഈ സെക്ഷൻ എന്തുകൊണ്ട് ചാണകക്കുഴി ആയിരുന്നു ഇപ്പൊ ഉപയോഗിക്കില്ല. പുറത്ത് അപ്പുറേ ചാണകക്കുഴി വേറെ ഉണ്ടാക്കി. അതെല്ലേ? അവിടെ ഒരു കുട്ടി നിപ്പുണ്ടല്ലോ. അത് ഇതിന്റെ ഒരു കുട്ടിയാണ്. ഈ കാണുന്ന തൊഴുത്ത് പണിയാനായിട്ട് ഗവൺമെന്റ് സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും അന്വേഷിച്ചില്ല. അന്നങ്ങോട്ട് പണിതു. പിന്നെ അതിന്റെ പേരിൽ തൊഴുത്തിന്റെ പേരിൽ ഒരു സബ്സിഡി മേടിച്ചിട്ട് താന്ന സ്ഥലം കോൺക്രീറ്റ് ചെയ്തു, ഷെഡ് ഉണ്ടാക്കി. അതിന് പൈസ വന്നു. ഇതെങ്ങനെ ഒറ്റയടിക്ക് പണിയായിരുന്നു? ഇത് ഒറ്റയടിക്ക് പണിയായിരുന്നു. ഇവിടെ ഇപ്പൊ പൈനാപ്പിൾ തണ്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പുല്ല്, ഇതിന് പൈനാപ്പിൾ പുല്ല് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പുല്ലിന് പകരമായിട്ട് പൈനാപ്പിൾ തണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതൊരു ട്രേയിൽ ഒരു നേരം 10 കിലോ അടുത്തുണ്ടാവും. 10 കിലോ അടുത്ത്. ഇതിപ്പോ പാലിന് എങ്ങനെ കൊഴുപ്പുണ്ടാകുക എന്നാണ്? എന്താ അതിന്റെ കാര്യം? പാലിന് കുഴപ്പം ഇപ്പൊ എല്ലാവരും ഇത് തന്നെയാണ്. ഇവിടെ കൂടുതൽ ഇവിടെ കിട്ടുന്നതുകൊണ്ടാണ്. ഇവിടെ കിട്ടും, നമുക്ക് ഇറക്കി കിട്ടും. പിന്നെ വൈക്കോല് അന്യ വില. പിന്നെ വൈക്കോലിനും പാല് ഉരുളിയതായിരിക്കും. പുല്ലിനേക്കായും പാല് ഉരുളിയതാ. ഇതിനാ ഇപ്പൊ ഇത് എത്ര വർഷമായി കൊടുക്കാൻ വേണ്ടിട്ട്? ഇതിപ്പോ 8-10 വർഷമായി. അതെയോ? ഇതിപ്പോ എത്ര രൂപയ്ക്ക് ഇവിടെ കിട്ടണേ? 2 രൂപ കിലോ. 2 രൂപക്ക് ഇവിടെ കിട്ടും. ആഴ്ചയിൽ ഇറക്കുവാണ്? ആഴ്ചയിൽ ഒരു ലോഡ്. അതുപോലെ തന്നെ ഇത് കൊടുത്തിട്ട് എങ്ങനെയാ? പശുക്കളുടെ ചാണകമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഡ്രൈ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ പുല്ല് കുറച്ച് ഇത് എങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത്? പുല്ല് നമുക്കില്ല, അതുകൊണ്ട് പൈനാപ്പിൾ തന്നെ ഒറ്റയടിക്ക് കൊടുക്കുവായിരുന്നു. എങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്? ആദ്യം ഒരു നേരം കൊടുത്തു. 10 വർഷം മുമ്പ് ഒരു നേരം കൊടുത്തു. പിന്നെ അത് 2 നേരമാക്കി. അന്ന് പുല്ലായിരുന്നു. പുല്ലല്ല, വൈക്കോലായിരുന്നു. ചൂട് കുറയ്ക്കാൻ വേണ്ടി വെള്ളം എങ്ങനെ പൈപ്പിലൂടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഫാം തുടങ്ങിയപ്പോ ചെയ്താണോ? തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ചെയ്താ. ഇതിപ്പോ എത്ര ടൈമിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. തീറ്റ് പൈനാപ്പിളൊക്കെ ഇടുമ്പോ എടുക്കുന്ന ഓണാക്കിയേക്കും. ഓക്കെ. അപ്പൊ ഇതിങ്ങൾ തിന്നുമ്പോ ഹീറ്റ് ഉണ്ട്, അത് മാറാൻ വേണ്ടിയല്ലേ? ഈ കാണുന്ന വെള്ളത്തിന്റെ ഐഡിയ എങ്ങനെ കിട്ടിയേ? അത് ഞാൻ തന്നെ അങ്ങനെ ഇത് നോക്കി പൈപ്പ് തുളച്ച് ഞാൻ ഈ മറ്റേ ഓട്ടോമാറ്റിക് വെള്ളം ഞാൻ ചെയ്യുന്നതാണ്. ഇതാ ഓട്ടോമാറ്റിക്. ഇവിടെ ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ രണ്ടാമത് ചെയ്താണോ? അത് രണ്ടാമത് ചെയ്തു. സ്വന്തമായിട്ട് ചെയ്തോണ്ട് നമുക്ക് ആ മെറ്റീരിയൽസ് മാത്രം. ഇനിയിപ്പോ ഇവിടെ ചെയ്യണം അല്ലേ? അതെ. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പശുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫുൾ ടൈം നനഞ്ഞോണ്ടിരിക്കുവല്ലേ? ഇല്ല, എടുക്കുന്ന ഓണാക്കും, ഓഫ് ചെയ്യും. ഒരു ചൂടിന് ഒരു കുറവ്. അപ്പൊ ഫാനിൽ കിടന്ന് ഒരു കൂളിംഗിൽ നിന്നോളൂ. ഇതൊരു 5 മിനിറ്റ് ഇടുള്ളൂ. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണേ? 3 മണിക്ക് തുടങ്ങും. 6 മണിയാകുമ്പോ തീരും. എല്ലാം കഴിഞ്ഞ് കറവയും കഴിഞ്ഞ് 7 മണിക്ക് വീണ്ടും വാഷ് ചെയ്ത് 3 മണിക്ക് ആദ്യം വാഷ് ചെയ്യും. അത് കഴിഞ്ഞ് കറക്കും. എന്നിട്ട് തീറ്റ കൊടുക്കും. തീറ്റ ഒക്കെ കൊടുന്നു കഴിയുമ്പോൾ വീണ്ടും വാഷ് ചെയ്ത് പണി തീരും. പിന്നെ പാല് എത്ര മണിക്കപ്പോ എത്തിക്കണ്ടേ? രാവിലെ ഇവിടെ 5 മണി മുതൽ പാല് നമ്മൾ ഹോട്ടലിൽ കൊടുക്കും. പിന്നെ ആൾക്കാർ വന്ന് വാങ്ങിക്കും. അപ്പൊ നമ്മള് സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ബാലൻസ് ഉള്ളത് മാത്രമേ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ചില ദിവസം ഉണ്ടാവും. ഓക്കെ. പിന്നെ ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് കറവ് സ്റ്റാർട്ട് ചെയ്യും. 12:30 തുടങ്ങും. ആ ഫാമിലി ഉണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത് രണ്ടും എന്റെ മക്കൾ. പേര് പറഞ്ഞ മോനെ? പേര് പറഞ്ഞ? ഓക്കെ. ഇവർ രണ്ടും കൂടെ വൈഫ് എല്ലാരും കൂടെ കൂടിയാ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇക്കയ്ക്ക് വേറെ ജോലി ഉണ്ടല്ലേ? ഞാൻ ഡ്രൈവറാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ ഇത് മാനേജ് ചെയ്യുന്നത്?
കാലത്ത് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കും. ആ. പിന്നെ പണിയൊക്കെ അവരാണ്, നമ്മളധികം ഇതില്ല ചെയ്യില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നോക്കും. നമ്മള് ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, പിള്ളേരും സഹായിക്കും. പിള്ളേര് സഹായിക്കും. അപ്പൊ ഇക്കയുടെ വൈഫാണ്. പേര് പറയാവോ? റജീന. ഓക്കെ. ചേച്ചിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണേ അല്ലേ? ഓക്കെ. പോയി കഴിഞ്ഞിട്ട് നോക്കണതൊക്കെ ഞാനും ഞാൻ. അപ്പൊ ഇപ്പൊ ഇത് പാല് കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ കുപ്പികളാല് ചേച്ചി കുപ്പികൾ അവർ കൊണ്ടുവരും. അപ്പൊ അവർ നാളത്തേക്കിന് വേറെ കുപ്പി കൊണ്ടുവരും. എന്നിട്ട് ഈ കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താൽ വേറെ നാളത്തേക്കിന് വേറെ കുപ്പിയിൽ വെച്ചിട്ട് വന്ന് മാറ്റി 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 കൊടുക്കും. ഓക്കെ ഓക്കെ. ഇത് ഫാമിലെ ജോലിക്കാരി അല്ലേ? പേരെന്താ? ഞാൻ പോലിനെ. ഓക്കെ ഓക്കെ. അവരെ കെട്ടിയതാണ് അവരാണ് ഇവിടെ. എത്ര കുറെ വർഷമായില്ലേ? അത് കുറെ വർഷമായി. ഇതിപ്പോ എത്രത്തോളം കുപ്പികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്? ഇപ്പൊ ഒരു 10-20 കുപ്പികളുണ്ടാവും. ഓക്കെ ഓക്കെ. അത് നമ്മള് കടയിൽ കൊടുക്കാനായിട്ട് അല്ലേ? കടയില്. ഇതിപ്പോ ഉമ്മച്ചിയല്ലേ? ഇതാരും? ഓക്കെ. പേര് പറയാവുന്നേ? പേര് ഒരാളുടെ പേര് ലൈല, ഒരാളുടെ പേര് ജസീറ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ തൊഴുത്തിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ക്രാക്കള മാത്രം നിർത്തുന്ന സെക്ഷനല്ലേ? അതെ അതെ. ക്രാക്കള നല്ലത് പശുക്രാക്കളാണെങ്കിൽ നല്ല ക്രാക്കളാണെങ്കിൽ നമ്മൾ നിർത്തും. എന്നുവെച്ചാൽ 2 വയസ്സ് കഴിഞ്ഞാലാണ് അതിന് ഹീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നല്ല കിടാക്കൾ എന്ന് പറയുമ്പോ എങ്ങനെയാ? HF, നല്ല കാൽപ്പൊക്കം, അങ്ങനെയുള്ള ഒരു ഇനം നോക്കി നിർത്തും. ഇത് ചെനയാണ് ഫസ്റ്റ് കുത്തി വെച്ചിട്ടുള്ളൂ. 6 മാസമായി. അപ്പൊ ഇതിനൊക്കെ കൊടുക്കുമ്പോ തീറ്റ സെപ്പറേറ്റ് തീറ്റയുണ്ട്. സെപ്പറേറ്റ് അവിടെ തീറ്റ ഉണ്ട്. അപ്പൊ തീറ്റ ചെലവ് കൂടുതൽ അങ്ങനെയല്ലേ? തീറ്റ ചെലവ് കൂടുതലാണ്. പക്ഷെ നമ്മൾ 2 വർഷം നോക്കിയെടുക്കും. പെട്ടെന്ന് ഒരു പശു മേടിക്കുമ്പോൾ നമ്മൾ 80,000 90,000 മേടിക്കും, ഒരുമിച്ച് കൊടുത്ത് മേടിക്കണ്ടേ. ഇതിപ്പോ അതിന്റെ തീറ്റയുടെ കൂടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കും, മറ്റേ തീറ്റകളും കൂടി അതായത് ഒറ്റയടിക്ക് പൈസ എടുക്കേണ്ട വരില്ല. ഓരോന്ന് നമുക്ക്, എന്നാലാണ് ഇത് നിലനിന്ന് പോവുള്ളൂ. നമ്മൾ ക്രാക്കിൾ ഉണ്ടായ 3 മാസം വരെ പാല് കുടിപ്പിക്കണ്ട. അപ്പൊ അതിനുള്ള പൈസ രാവിലെ തന്നെ പാല് കൊടുക്കും, പിന്നെ പാൽപ്പൊടി കൊടുക്കും, പിന്നെ പയ്യെ പാല് കുറച്ച് വരും, പിന്നെ പാൽപ്പൊടിയാവും. 3 മാസം വരെയും പാൽപ്പൊടി കൊടുക്കും. നമുക്ക് 10 ലിറ്റർ മേൽ പാൽ കിട്ടുന്നുണ്ട്. പ്രതീക്ഷിക്കാം. നിർത്തിയേക്കണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കിടാവിന് ഇപ്പൊ 6 മാസം അല്ലേ? 6 മാസം. ഇത് മൂരിക്കിടാവാലോ? 3 മൂരിക്കിടാവും. അതെന്താ മൂരിക്കിടാവിന് നിർത്തണേ? നല്ല കിടാവ് തോന്നി, ഇഷ്ടം തോന്നി അതിനെ നിർത്തും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മള് പെരുന്നാളിനൊക്കെ വിൽക്കാൻ പാകത്തിന് ഇവിടെ നിർത്തുന്ന രീതിക്ക് പ്രത്യേകത ഉണ്ട്. അത് പശുവൊന്നും ഇല്ല, പശുക്കിടാവൊന്നും ഇല്ല, നല്ല കിടാവ് മൂരിയൊന്നും ഇല്ല, നല്ല കിടാക്കളുണ്ട്, അതിനെ നിർത്തും. അതല്ലേ? അതെ, അത് പശുവാണ്. പശുവാണ്. ചൊനയാണ്. എത്ര മാസം ചെനയാണ്? അപ്പൊ 3 മാസം ചെന ആയിട്ടുള്ളൂ. അപ്പൊ 2 വയസ്സിലാണ് കുത്തിവെച്ചത്. 3 മാസം 2.5 വയസ്സായുണ്ടാവും. സാധാരണ ഇപ്പൊ 1.5 വയസ്സിൽ കുത്തിവെക്കുന്നുണ്ട്. വേഗം മതിക്കും. ചിലവര് ചെയ്യുന്നുണ്ട്. ഞാൻ 2 വയസ്സായിട്ടാണ് ചെയ്യുള്ളൂ കുത്തിവെക്കുള്ളൂ. ഇച്ചിരി കൂടെ വലിപ്പം വന്നം. അപ്പൊ ഇത് 6 മാസം ചെനയാണ്. ഓക്കെ, 6 മാസം. ഇതിപ്പോ എത്ര പ്രായമുണ്ട്? അത് 2.5 വയസ്സിന് മുകളിലുണ്ട്. ഇതോ? അത് 2ാം പ്രസവ. ചെറിയ കിടാവാറുണ്ട്. നാടൻ പശുവാ. പക്ഷെ അതിന് പാല് കൂടുതലുള്ളതാണ്. അതിന്റെ കൊമ്പൊക്കെ കണ്ടോ? ചെറിയ കൊമ്പ്, പഴയ ഒരു നാടൻ പശുവിന്റെ അല്ലേ? 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവാ. അവിടെ ഉണ്ടായ കിടാവ് ഒരു പ്രസവം കഴിഞ്ഞ് 2ാമത്തെ പ്രസവം. ഇപ്പൊ കുത്തിവെക്കണത് HF തന്നെയാണോ? അത് ചിലതിന് HFന്റെ ഇതുണ്ടാവും. അവരാ കുണ്ടിന്റെ ബ്രീഡ്, എല്ലൈമാര് കുണ്ടിന്റെ ബ്രീഡായിരിക്കും. ഇവിടെ ഒരു കാളയുണ്ട്. ഇവനിപ്പോ എത്ര പ്രായമുണ്ട്? അതിന് 1.5 വയസ്സ് പ്രായമായിട്ട്. ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി? അല്ല, ക്രോസ് ചെയ്തിട്ടുള്ള ഇതുവരെ നമ്മളൊരു ഇതിനു വേണ്ടി നിർത്തിയേക്കണ, നമുക്ക് ഒരു വഴിപാടിന് വേണ്ടി നിർത്തിയേക്കണ. ഓക്കെ. ആള് നല്ല ഒത്ത ആളാട്ടോ. അതെ, HFന്റെ ശരിക്കുള്ള ഒരു പ്യൂരിറ്റി ഉണ്ട്. മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ? ഇല്ല, പുറത്തേക്ക് ഇറക്കലില്ല. കുളിപ്പിക്കലും ഡെയിലി കുളിപ്പിക്കും 2 നേരം. വേറെ കുഴപ്പമൊന്നുമില്ല. പുറത്തേക്ക് ഇറക്കലില്ല ഇവിടെ. പോത്തിനെ മാത്രമേ പുറത്തിറക്കുള്ളൂ. അതവിടെ നല്ല ഒത്ത പോത്തുണ്ട്. ഇവനിപ്പോ എത്ര പ്രായമുണ്ട്? അതിപ്പോ 2 വയസ്സായിണ്ടാവും. എങ്ങനെയുണ്ട്? ഇണക്കൊക്കെ ഉണ്ട്? ഇതിനെ പുറത്തയച്ചിടണം. ഇപ്പൊ അടുത്ത ആഴ്ച പുറത്ത് കൊണ്ടുപോകും. ഇതിപ്പോ ഞങ്ങൾ ഇന്ന് കൊണ്ടുപോയില്ല. അപ്പൊ ക്രാക്കൾക്ക് വേണ്ടിയുള്ള മാത്രമുള്ള തീറ്റയാണ് ഈ കാണുന്നത്. ഇതെന്തൊക്കെയുണ്ട്? ഇതിന്റെ അകത്ത് കപ്പുണ്ട്. ബിയർ വേസ്റ്റ് ഉണ്ട്. ഈ പൊടി എന്തുട്ടാ? അത് അരിത്തവിട് സോയയുടെ ഇതല്ലേ അടുത്തുണ്ട്. ഓക്കെ. ഇതെന്തോരം കൊടുക്കും? അപ്പൊ 1 കിലോ വരാൻ പാകത്തിന് കൊടുക്കും. പിന്നെ ഇത് അരിത്തവിട് 1 കിലോ. പിന്നെ ഇതാ പെല്ലറ്റ്. ഇവിടെ കൊടുക്കുന്നത് ചെറിയ പെല്ലറ്റ് കുറച്ചായിരിക്കും കൊടുക്കണേ അല്ലേ? ഇതെന്തോരം കൊടുക്കും? അപ്പൊ 1/2 കിലോ കൊടുക്കും. അപ്പൊ മൊത്തം രണ്ടും ഒരു 2.5 അല്ലേ? 2.5. അത് പിന്നെ 2-3 കിലോ കൊടുക്കും. ഇതെന്താ ഒഴിക്കുന്നേക്കാ? കടലക്കൊപ്ര. ഇത് ഈ ഒരു കപ്പിന്റെ നിറച്ചല്ലേ? ഇവിടെ ചാണകക്കുഴി ഉണ്ട്. അതാ ഈ കാണുന്നതാണ്. ഇതിപ്പോ ഇറങ്ങി പോകുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തേക്കണേ കേട്ടോ. ഇവിടെ ഇപ്പൊ കോഴികൾ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇതാ ചെകഞ്ഞിട്ട് അത് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്.
ഇതിപ്പോ വിൽപ്പനയും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ആൾക്കാർ വന്നാൽ നമ്മളങ്ങോട്ട് കൊടുക്കും. സ്ഥിരം കൊണ്ടുപോകുന്നവരുണ്ട്, അവർക്ക് ചാണകം കൊടുക്കും. ചാണകം കൊടുത്തു ചുമ്മാ കൊടുക്കാതെ കാശിന് പൈസ അറിയണവരാണല്ലോ. അപ്പൊ നമുക്ക് പൈസക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഷമീർക്കയുടെ പശു വളർത്തലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.